ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. നമുക്കിന്ന് പെട്ടെന്നൊരു നാരങ്ങ ചേർത്താലോ? നമ്മൾ അതിനു വേണ്ടി 3 വലിയ സൈസ് നാരങ്ങ ഒരു ദിവസം ഉപ്പും ലേശം പഞ്ചസാരയും തേച്ച് വെച്ചിരുന്നു. നമുക്കിപ്പോൾ ആദ്യം തന്നെ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കടുക്, ഉലുവ എന്നിവ ചേർത്ത് കൊടുക്കുക. നമുക്കിനി ഇഞ്ചി വെളുത്തുള്ളിയാണ് ചേർക്കേണ്ടത്. ഇഞ്ചി ഞങ്ങൾ ചതച്ചാണ് ഇട്ടത്. വെളുത്തുള്ളി ആവശ്യത്തിന് ഒരു 15 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തത്. അതിനുശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് കരിയാപ്പല എല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്കൊരു ഗോൾഡൻ കളറാവുന്നത് വരെ ഇളക്കി കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് മുളകാണ് ചേർക്കേണ്ടത്. ഒരു 2 3 ഉണക്കമുളകോ പച്ചമുളകോ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. നമുക്കിനി ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. നമുക്കിനി നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്ന നാരങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്കൊരു 10 മിനിറ്റ് വേവിക്കാൻ വെക്കാം. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ സുർക്ക അല്ലെങ്കിൽ വിനെഗർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ സമയം നമ്മൾ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നും കൂടി ഒന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഈ സമയം നമുക്ക് ചേർക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഈ സമയം നമുക്കൊരു 2 സ്പൂൺ, ഈ ഒരളവിൽ 2 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് വീണ്ടും ഒരു 5 മിനിറ്റ് അടച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ നാരങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒരു 2-3 ദിവസം കഴിഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ നല്ല ഒരു ഉണങ്ങിയ പാത്രത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.